ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങോട്ട് പോകുകയെന്ന് വെച്ചാൽ ഇന്ന് എടമറ്റം വരെ ഒന്ന് പോവുകയാണ്. എൻ്റെ വീട്ടിൽ വരെ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ റേഷൻ കടയിൽ പോവുകയാണ്. ഒരു റേഷൻ കടയിൽ പോകുന്നതിനാണ് ഇത്രയും ബിൽഡപ്പ് എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ എങ്ങോട്ടും പോകാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാണ് റേഷൻ കടയിൽ പോകുന്നത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കൊച്ചിനെ ദൈവം ഒരുക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഫോൺ ഞാനിവിടെ കുത്തിയിട്ടേക്കുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് ഞങ്ങൾ വൈകുന്നേരത്തേന് തന്നെ വരും. റിയൽ കറക്റ്റ് മൂക്കിൻ്റെ അകത്തൊരു കുരു ഉണ്ടായേക്കുവാണ് ഗൈസ്. അപ്പോൾ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഭയങ്കര വേദനയാണ് സംസാരിക്കുമ്പം. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. ഹോട്ടൽ വരുമോ? അപ്പോൾ ഇത് വീട്ടിലോട്ട് എത്താറായിട്ടോന്നേ. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് പോവുമായിരുന്നു കേട്ടോ, വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ പോവുമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു ഞാൻ ഇടയ്ക്കിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല കൈതത്തോട്ടമാണ് കേട്ടോ. അത് അവിടെ ആദ്യം റബ്ബറായിരുന്നു, ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും വെളിച്ചമൊക്കെ ആയി തുടങ്ങിയത്. നല്ല സീനറിയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കണം. നല്ല രസമാണ് ആ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. കണ്ട് മൊത്തം കൈത നട്ട് വെച്ചേക്കുവാണേ. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും വീട്ടിലോട്ട് എത്താറായിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന ശബ്ദങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ പെണ്ണ് എനിക്ക് സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ടോ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൊക്കോക്ക് ഇരിക്കുന്നുണ്ട്. അമ്മ കുറേ കൊക്കോക്കുരുവൊക്കെ, ഞങ്ങൾക്ക് 3-4 കൊക്കോയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊക്കോക്കുരുവൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു, കുറേ പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമോളും അമ്മമ്മയൊക്കെ കൂടി ഇരുന്ന് കൊക്കോക്ക തീറ്റയും പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊക്കോക്ക തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ കാരണം ഞങ്ങൾക്ക് റേഷൻ കടയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ പോസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോഴത്തേനും തിണ്ണയിലിറങ്ങിയിരുന്ന് ഞാനും അമ്മയൊക്കെ ആയിട്ട് വർത്താനം പറയായിരുന്നു കേട്ടോ. പിന്നെ അവൾ വീട്ടിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സാരി കൊണ്ട് കെട്ടിയതാണ് വീട്ടിൽ ഫ്രണ്ടിൽ ഷീറ്റ് തേക്കുന്നിടത്ത്. അപ്പോൾ അവൾ ഊഞ്ഞാലിലിരുന്ന് ആടുമായിരുന്നു കേട്ടോ. കുറേ നേരം മഴയൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. നിന്ന് കുറഞ്ഞിട്ട് ഞങ്ങൾ റേഷൻ കടയിൽ പോകാൻ വേണ്ടി തുടങ്ങിയപ്പം അത് ഊഞ്ഞാൽ കെട്ടിയത് സൈഡിലോട്ടായിരുന്നു കേട്ടോ. പിന്നെ ഊഞ്ഞാലൊക്കെ അകത്തോട്ട് ഇച്ചിരി കൂടെ കെട്ടുവാണെങ്കിൽ ചേട്ടാ കുഞ്ഞിന് ഇവിടെ കെട്ടിത്തരും കേട്ടോ. അവിടെ കെട്ടിത്തരുവേ, അച്ഛൻ ഇവിടെ കെട്ടിത്തരും കേട്ടോ. ഓ സങ്കടപ്പെടണ്ടടി, സങ്കടപ്പെടണ്ടടി. ഓ സങ്കടം വന്നോടി, ഓ സങ്കടം വന്നോടി. ആണോ? ഓ അത് കടിച്ചടിക്കാവോ നോക്കിക്കേ. കടിച്ചടിക്കാവോ നോക്കി. അത് ആ നടുക്കൗട്ട് കെട്ടുവാണെങ്കിൽ നടുക്ക് കിടന്നോളും. അച്ഛയോട് പിണങ്ങിന്ന് പറ. മലയോ? ചെറുതായിട്ട് തൂളലുണ്ട് ചേട്ടേ. ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല, ഹെൽമെറ്റ് എടുക്കായിരുന്നല്ലേ. കുട ചൂടാൻ ഹെൽമെറ്റ് ഉണ്ട്, പാടാ. അപ്പോൾ കുറച്ച് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങളിത് റേഷൻ കടയിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ റേഷൻ കടയൊക്കെ എത്തി. ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വിജയിച്ചിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞങ്ങളിത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റേഷൻ കടയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. എൻ്റെ മെയിൻ വലിയ പള്ളി താഴെയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് പോകുന്ന റോഡ്.
അപ്പോഴത്തേനും വീട്ടിലെ അരിയും മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അല്ല അമ്മ ഓട്ടോ വിളിച്ച് വരണ്ടേ, ഇത് അമ്മ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ 2 കൂട്ടരുടെ അരിയൊക്കെ വെച്ചുകൊണ്ട് പോവാം. പിന്നെ ഇത് ആ കാണുന്ന മോളിൽ കാണുന്ന ഒരു CHC ആണ് കേട്ടോ. അവിടെ ഞങ്ങൾ അത്യാവശ്യം ഈ കുഞ്ഞിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വന്നേക്കുന്ന അവിടെയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് റേഷനൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. മഴയൊക്കെ തീർന്നപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. കൂടെ കയറി കളഞ്ഞിട്ട് ഡയലോഗ് അടിക്കില്ലേ? റേഷൻ വാങ്ങാൻ കൊണ്ടുപോയി കൂട് കയറി കളഞ്ഞിട്ട് കെട്ടി വെച്ചോണ്ട് പോവുക. നല്ലൊരു വീടാണേ. ഇത് റേഷനൊക്കെ വാങ്ങി ഞങ്ങളിതേ തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ കൊണ്ടുപോയി വീട്ടിലെ റേഷൻ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് കൊപ്രാക്കളത്തിന് പോകും. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയി ഗൈസ്. പിന്നെ ഇതേ പോയി പിന്നെ വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരുവാണ്. ചേട്ടയും കൊച്ചും എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയ്യോ, കുറച്ചുകൂടെ ചെന്നായിരുന്നു ചേട്ടയുടെ പയ്യന് വഴക്ക് കേട്ടനെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തോ അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. മൂക്കിനകത്തെ കാര വളരെയധികം വിഷമകരമായി എന്നെ പിന്തുടർന്ന് അറ്റാച്ച് ചെയ്ത് എനിക്ക് സംസാരിക്കുമ്പോൾ വരെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കിടക്കാൻ പോകാൻ കേട്ടോ. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളെ തൊട്ട് ഇനി ക്ലാസ് തുടങ്ങും, കോളേജിൽ പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി കിട്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ.